വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റും വള്ളിപ്പയറുമാണ്. വള്ളിപ്പയർ പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് ഏത് രീതിയിലും നമുക്ക് മുറിച്ചെടുക്കാം. വലുതായാലും പ്രശ്നമില്ല, ചെറുതായാലും പ്രശ്നമില്ല. അതിൻ്റെ കൂടെ ഞാൻ ചെറിയ ഉള്ളി, വലിയ ഉള്ളി ആയാലും മതി, ഒരു വലിയ ഉള്ളിൻ്റെ പകുതി ചേർത്താൽ മതി. 2 ചതച്ച വെളുത്തുള്ളി, ഒരു പച്ചമുളക് കീറിയത്, പിന്നെ വറക്കാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഉണക്കമുളക്, എരിവ് എത്രയാണ് വേണ്ടത് അത്ര ചേർക്കാം. ചെറിയ ഉള്ളി 2 എണ്ണം ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം. ഞെരടിയ കറിവേപ്പില, 3/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇതെല്ലാം ഒന്ന് പൊട്ടാൻ ആവശ്യത്തിന് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തു. ഉഴുന്ന് പരിപ്പെല്ലാം നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കൂട്ടത്തിൽ ചുവന്നുള്ളി ചേർത്ത് കൊടുത്തു. 2 ചുവന്നുള്ളി ചെറുതായിട്ട് മുറിച്ചത്, കറിവേപ്പില, ഉണക്കമുളക്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ 2-3 ഉണക്ക് കാന്താരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള ഒരു വറവാണ്, ഒരു ഉപ്പേരിയാണ്. ഉപ്പും എരിവും നന്നായിട്ട് ചേർക്കും. എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കരിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഉപ്പ്, മഞ്ഞൾ, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇവ ചേർക്കാം. വള്ളിപ്പയർ, ക്യാരറ്റ്, വള്ളിപ്പയർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് അമർത്തി അടച്ചു കൊടുക്കാം. ഞാനിത് 2 പ്രാവശ്യം ഇളക്കിയിട്ട് അടച്ചു കൊടുത്തു. നമ്മൾ ഗ്യാസിൽ വെക്കുന്നുണ്ടെങ്കിൽ തീ ഏറ്റവും കുറച്ച് വെച്ചാൽ മതി. പെട്ടെന്ന് വേവുന്നതാണ്. എന്നാൽ ഈ സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർക്കുന്നില്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ നനച്ച് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് നന്നായിട്ട് ചൂടാകുന്നത് വരെ അടച്ചു കൊടുക്കുക. ഇപ്പം തന്നെ കഴിക്കുന്നതാണെങ്കിൽ തേങ്ങ ചൂടാകേണ്ട ആവശ്യമില്ല. പച്ചത്തേങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ. പിന്നെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകുന്നത് കൊണ്ടാണ് നമ്മൾ ചൂടാക്കി വെക്കുന്നത്. തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. നമ്മുടെ വള്ളിപ്പയറും ക്യാരറ്റും ചേർത്ത് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. വളരെ പെട്ടെന്ന് വേവുന്ന പച്ചക്കറി കൂടിയാണ്. എല്ലാവരും ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയിക്കുക. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.